ബിഗ് ബോസ് മലയാളം സീസൺ 7 ഏറ്റവും കൂടുതൽ പ്രേക്ഷക പിന്തുണ ഉള്ള ഒരു മത്സരാർത്ഥിയാണ് അനുമോൾ. ബിഗ് ബോസിൽ അങ്ങനെ അധികം സ്ത്രീകൾക്ക് അധികം സപ്പോർട്ട് ഉണ്ടാവാറില്ല. എപ്പോഴും ബോയ്സാണ് ഡൊമിനേറ്റ് ചെയ്യൽ. എനിക്ക് തോന്നുന്നു മലയാളം ബിഗ് ബോസിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇത്രയധികം സപ്പോർട്ടുള്ള ഒരു പെൺകുട്ടി ഉണ്ടാവുന്നത്. അനു ചെയ്യുന്ന ഒരു ഭയങ്കര സ്ട്രാറ്റജിക് ആയിട്ടുള്ളൊരു ഗെയിം പ്ലെയറാണ്. മലയാളികളുടെ അറിഞ്ഞുകൊണ്ട് മത്സരിക്കുന്ന ആളാണ്. മറ്റുള്ളവരൊക്കെ റിയലായിട്ട് അല്ലെങ്കിൽ അവർക്ക് തോന്നുന്ന രീതിയിൽ കളിക്കുകയാണെങ്കിൽ അനു മറ്റുള്ളവരെ ഓഡിയൻസിൻ്റെ പൾസ് അനുസരിച്ച് മത്സരിക്കുന്ന മത്സരാർത്ഥിയാണ്. ആസ് എ കണ്ടസ്റ്റൻറ്റ് അവൾ വിജയിച്ചു എന്ന് തന്നെ പറയാം. കാരണം ഇത്രയധികം സപ്പോർട്ട് അവൾക്ക് സ്റ്റാർട്ടിങ്ങിലേ ഉണ്ട്. ഇതുപോലെ പോയാൽ എന്തായാലും വിന്നറാവാൻ സാധ്യതയുള്ളൊരു മത്സരാർത്ഥിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം, ഒരു മലയാളം ബിഗ് ബോസിൽ ഒരു ലേഡി വിന്നർ ആവും. ശരിക്കും ദിൽഷ വിന്നറായെങ്കിലും അത് മറ്റ് ഫാൻസിൻ്റെ സപ്പോർട്ട് കാരണമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. സ്വന്തം ഇതിൽ ഒരു ലേഡി വിന്നർ വരുമെന്ന് നമുക്ക് നോക്കാം. പക്ഷെ അനുവിൻ്റെ സ്ട്രാറ്റജി വെച്ച് നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഒറ്റപ്പെടലൊക്കെ ആയിട്ട് തോന്നുന്നു. കാരണം പല രീതിയിൽ ഒറ്റപ്പെടുന്ന രീതിയിൽ പല മത്സരാർത്ഥികളും ഇപ്പോൾ മോർണിംഗ് ടാസ്ക് വരുമ്പോഴും അനു അങ്ങ് ഒറ്റപ്പെടുകയാണ്. ഒരു സ്ട്രാറ്റജി ആക്കി മാറ്റാൻ. മുമ്പ് സീസണുകൾ പലരും ഒറ്റപ്പെട്ടിട്ടുണ്ടെങ്കിലും അവരൊക്കെ അതൊരു സ്ട്രാറ്റജി ആയിരുന്നില്ല, നമുക്ക് റിയലായി തോന്നും. പക്ഷേ ഇത് ഭയങ്കര ഫേക്കായി തോന്നുന്നുണ്ട്. അങ്ങനെ ഒറ്റപ്പെടാം, മോർണിംഗ് ടാസ്കിലൊക്കെ ഒറ്റപ്പെടുകയായിട്ട്, പക്ഷെ മറ്റുള്ളവരെ ശപിക്കുക. ഇപ്പോൾ എത്രയൊക്കെ നെഗറ്റീവ് ആയാലും അനുവിനെ അത് പോസിറ്റീവ് ആക്കാൻ പറ്റുന്നുണ്ട്. അവളുടെ ബിഹേവിയർ ആയാലും ഇപ്പോൾ കരച്ചിലൊക്കെ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. അതായത് മറ്റുള്ളവരെന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് അനു കരയും. അപ്പം ഫുൾ സപ്പോർട്ട് അനുവിനാവും. അവൾക്ക് എതിരെയുള്ളത് വരെ അവൾക്ക് അഗെയിൻസ്റ്റ് അല്ലാതാക്കാൻ അനുമോൾക്ക് സാധിക്കുന്നുണ്ട്. പിന്നീട് അവൾ തന്നെ ഒരു വീക്കെൻഡിൽ പറയുന്നുണ്ട്, ഞാൻ ഇത്രയും കണ്ടൻറ്റ് കൊടുത്തിട്ട് എന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അവളെ ലാലിൻ്റെ ഫയർ ചെയ്ത സമയത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊക്കെ അതായത് ഇത് പറഞ്ഞാൽ റിയലായിട്ട് വരണ്ടേ, എന്തൊക്കെയോ കോണ്ടൻറ്റ് കൊടുക്കുക എന്ന് അവൾ തന്നെ പറയുന്നുണ്ട്. അവളതൊക്കെ കോണ്ടൻറ്റാണ്. അപ്പോൾ ഈ കരച്ചിലൊക്കെ ഇപ്പം എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടും അതിന് ശേഷം പോയിട്ട് കരയുക. അപ്പം ആളുകൾക്ക് അവളെ ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പം എന്ത് ചെയ്തിട്ടും ചെറിയ കരയ്ക്കുക, ജസ്റ്റ് പേപ്പർ കത്തിക്കുന്നതിന് വരെ കരയാന്ന് പറയുമ്പോൾ അത് ഭയങ്കര സില്ലി ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ രാവിലെ എണീക്കുന്നത് തന്നെ കരയാൻ എന്തെങ്കിലും കാരണം കണ്ടുപിടിക്കുക. മേ ബി അങ്ങനെ ആയിരിക്കാം, റിയൽ ലൈഫിൽ അങ്ങനെ ആയിരിക്കാം. പക്ഷേ ഇത് കാണുമ്പോൾ അത് ഭയങ്കര ഒരു ബോറിങ്ങായി തോന്നാറുണ്ട്. ഇപ്പോൾ കിച്ചണിലൊക്കെ എപ്പോഴും അനുവിന് കിച്ചണിൽ കയറാനാണ് ഭയങ്കര ഇഷ്ടം. കാരണം അവിടെ നല്ല കണ്ടൻറ്റ് കൊടുക്കാൻ പറ്റണം. കിച്ചണിൽ ഫുഡിൻ്റെ ആ വിഷയത്തിലൊക്കെ അടി ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തൊക്കെ അനുവിൻ്റെ ഭാഗത്തൊരു ന്യായമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഫുഡ് കൊടുക്കുക, ഫുഡ് കഴിക്കാനുള്ളതല്ല. പിന്നെ അതിലൊക്കെ ഒരു ഇഷ്യൂ ഭയങ്കരമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തോന്നിയിട്ടുണ്ട്. പിന്നെ അനുമോൾ ആര്യനും എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു അലിഗേഷൻ നടത്തിയിരുന്നു, കിസ് ചെയ്തിട്ടുള്ളത്. അതിപ്പം അനുവിനെയാണ് പറയുന്നുണ്ടെങ്കിൽ അനു ഭയങ്കര കരഞ്ഞ് സീനാക്കി, ആ സീന് ഭയങ്കര വേസ്റ്റ് ആക്കിയിരുന്നു. പക്ഷെ ജിസേല അത്ര മാന്യമായിട്ടാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്, ഒരു ഗെയിമായിട്ട് എടുത്തു. പക്ഷെ അങ്ങനെയാണ് ചെയ്യേണ്ടിയിരുന്നത്. പിന്നെ അനുമോൾ പറയുമ്പോൾ ആസ് എ ഗെയിമോ ഷീസ് വിന്നർ. കാരണം ഒരുപാട് ജനങ്ങളെ മനസ്സിൽ കീഴടക്കാൻ അനുമോൾക്ക് സാധിച്ചിട്ടുണ്ട്. ആസ് എ ബിഗ് ബോസ്